Hello everyone, welcome to CodeCoders Malayalam YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അരയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ഇൻ സി ടു കോപ്പി ദ എലമെൻറ്റ്സ് ഓഫ് വൺ അറേ ഇൻ ടു അനദർ അറേ. ഓക്കെ, ഒരു അരയിൽ നിന്ന് എങ്ങനെ മറ്റൊരു അരയിലേക്ക് എലമെൻറ്റ്സിനെ കോപ്പി ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കോഡിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ഓക്കെ, ഞാൻ രണ്ട് അറേ ഡിക്ലെയർ ചെയ്യാൻ പോകണം ഇവിടെ. ഓക്കെ, ഇൻറ്റ് അറേ 1 എന്ന് കൊടുക്കുന്നു. അറേ 1 എത്രയാണ്? ഒരു 100 സൈസ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്ത് കൊടുക്കണേ? അറേ 2 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതിനും ഒരു 100 സൈസ് ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് എനിക്ക് വേണ്ടത് എന്താണ്? നെക്സ്റ്റ് ഇൻറ്റ് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വേണം എനിക്ക് ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്താണ്? എൻ എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ സൈസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി പ്രിൻ്റ് എഫിൽ എന്ത് പറയും? യൂസറിനോട്, അതായത് എൻ്റർ ദ സൈസ് എന്ന് പറയുന്നു. ഓക്കെ, എൻ്റർ ദ സൈസ് എന്ന് പറയുമ്പോൾ യൂസർ സൈസ് എൻ്റർ ചെയ്യും. അപ്പോൾ എത്രയാണ് സൈസ് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ സൈസിനെ സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്കാൻഎഫ് യൂസ് ചെയ്യുന്നു. %d അതുപോലെ കോമ ആംബ്രസൻ എൻ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് വെക്കുന്നു. ആ വാല്യൂവിന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീണ്ടും എന്ത് ചെയ്യുന്നു? പ്രിൻ്റ് എഫിൽ യൂസറിനോട് എന്ത് ചെയ്യാൻ പറയുകയാണ്? എൻ്റർ ദ എലമെൻറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എൻ്റർ ദ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഓരോ എലമെൻറ്റ്സ് ആയിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അരയിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഐ എന്ന് പറയുന്ന വേരിയബിൾ ഏത് ചെയ്യുന്നു? 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ ഏത് വരെയാണ്? സൈസ് വരെ. എൻ എത്രയാണോ? എൻ ആണ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ പ്ലസ് പ്ലസ്. ഇവിടെ സ്കാൻഎഫിലാണ് എന്ത് ചെയ്യുന്നത്? ഓരോ വാല്യൂസിനെയും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് %d എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് കോമ ആംബ്രസൻ. എന്നിട്ട് ഏതിലോട്ടാണ്? അറേ ഓഫ് 1 ആണ്. അതിൽ ഐയിലെ പൊസിഷനിലോട്ട് അറേ ഓഫ് 1. ഓക്കെ, ഐത്തെ പൊസിഷനിലുള്ള വാല്യൂസിനെയാണ് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അരയിലുള്ള ഓരോ എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് അരയിലോട്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി കോപ്പി ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് അരയിൽ നിന്ന് സെക്കൻഡ് അരയിലോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഫോർ ലൂപ്പ് വേണം. അതിലെന്താണ്? ഐ എന്ന് പറയുന്നത് 0ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഐ ലെസ് ദാൻ ഏത് വരെയാണ്? n വരെയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ ++ ഇൻക്രിമെൻ്റ് ആക്കി കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യന് ആൻസർ വരുന്നത്. അതായത് കോപ്പി ചെയ്യാൻ പോവാണ്. അറേ 2യിലോട്ടാണ് കോപ്പി ചെയ്യാൻ പോകുന്നത് ഐ. ഓക്കെ, ഐയിലോട്ട് അസൈൻ ചെയ്ത് വെക്കുകയാണ്. നെക്സ്റ്റ് എന്താ കൊടുക്കേണ്ടത്? ഇവിടെ അറേ 1 ഓഫ് എന്താണ്? ഐയിലുള്ള അതേ പൊസിഷനിലുള്ള വാല്യൂസിനെയാണ് കറക്റ്റ് അസൈൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ കോപ്പിയിങ് ആയി. ഇനി നമുക്ക് എന്താണ്? ഇനി നമുക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രിൻ്റ് എഫിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. എന്ത് കൊടുക്കുന്നത്? ഒരു കമൻ്റായിട്ട് കൊടുക്കുക. എലമെൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് അറേ ആർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് അറേ ആർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്നു. ഇപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇതിനെ തൊട്ടായിട്ട് ഫോർ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഫോർ ലൂപ്പിൽ ഞാൻ എന്ത് കൊടുക്കുന്നു? ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ലേ? ഫോർ ലൂപ്പിൽ ഐ എന്ന് പറയുന്നത് 0ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഐ ലെസ് ദാൻ ഏത് വരെയാണ്? n വരെ. അത് കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എഫിൽ ഇവിടെ എന്ത് കൊടുക്കുകയാണ്? ഓക്കെ, പ്രിൻ്റ് എഫിൽ %d. ഓക്കെ, സോറി, %d എന്താണ് ഇവിടെ? കോമ ഇട്ടിട്ട് ഇവിടെ ഏതാ? അറേ ഓഫ് 1 കൊടുക്കുന്നു. ഓക്കെ, അരയിലെ 1ലുള്ള വാല്യൂ ഏതാണെന്ന് കൂടി നമുക്കറിയണം. അറേ 1 ഓഫ് ഐ എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ഇവിടെ സെമികോളൻ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ അരേനെ പ്രിൻ്റ് ആക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? സെക്കൻഡ് അരേനെ പ്രിൻ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് കൊടുക്കണേ? ഒരു പ്രിൻ്റ് എഫിൽ കൂടി കൊടുത്തിട്ട് എന്ത് കൊടുക്കണം? എലമെൻറ്റ്സ് ഇൻ ദ സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് അരേ ഓർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് കമൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ പക്ഷേ ഇതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് കൊടുക്കുക? ഒരു /n കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെമികോളൻ ഇവിടെ കൊടുക്കുന്നു. ഇനി നമുക്ക് എന്ത് വേണം? സെക്കൻഡ് അരേ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരേ ലൂപ്പ് വേണം. ഓക്കെ, അതിൽ ഐ എന്ന് പറയുന്ന വേരിയബിൾ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ ലെസ് ദാൻ ഏത് വരെയാണ്? n വരെ തന്നെയാണ് സൈസ് വരെ. ഐ ++. എന്നിട്ട്
ഓക്കെ എന്ത് പ്രിൻ്റ് എന്ന് കൊടുക്കുന്നു പ്രിൻ്റ് %d അതുപോലെ ഇവിടെ എന്താണ് അറേ 2 ആണ് പ്രിൻ്റ് ചെയ്യിക്കുന്നത് അറേ 2 ഓഫ് I എന്ന് പറയുന്നതാണ് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം അറേ 1 മാത്രമാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ സെക്കൻഡിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കോപ്പി ആയിട്ടുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ റൺ ചെയ്യാണ് ഓക്കെ ഇവിടെ ഒരു എന്താണ് എറർ കാണിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമ്മുടെ ഇതിലെന്താണ് അറേ അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ഓക്കെ ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ കറക്റ്റാണ് സൈസ് എന്ത് കൊടുക്കുന്നു ഞാൻ 5 എന്ന് കൊടുക്കുന്നു എൻ്റർ ദ എലമെൻറ്റ്സ് എന്ന് ചോദിക്കുന്നുണ്ട് 1 അതുപോലെ 2 3 4 5 എന്ന് കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ എലമെൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് അറേ ആർ എന്ന് പറഞ്ഞിട്ട് 1 2 3 4 5 എന്ന് വന്നിട്ടുണ്ട് അതുപോലെ എലമെൻറ്റ്സ് ഇൻ ദ സെക്കൻഡ് അറേ ഏതൊക്കെയാണ് അതും സെയിം എലമെൻറ്റ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് കോപ്പി ചെയ്യുന്നത് ഇപ്പോൾ ഓരോ എലമെൻറ്റ്സിന് വേണമെങ്കിലും സ്പേസ് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഈ %d എന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒരു സ്പേസ് കൊടുത്താൽ മതി ഓക്കെ അത് വിഷയമല്ല കാര്യമല്ല ഓക്കെ ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കോപ്പി ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്താണ് ഒരു അറയിലുള്ള എലമെൻറ്റ്സിനെ മറ്റൊരു അറയിലോട്ട് കോപ്പി ചെയ്യാൻ നമ്മൾ പഠിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം സീ യു